എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം മലയിടം തുരുത്തിന് സമീപത്തുള്ള പാര്യത്തുകാവ് ഉന്നതിയിലെ ഭൂമി തർക്കവും നിലവിലെ കുടിയൊഴിപ്പിക്കൽ വിവാദങ്ങളും വാർത്തകളിൽ സജീവമാണ്. ദശാബ്ദങ്ങളായി തുടരുന്ന ഒരു സങ്കീർണമായ നിയമ സാമൂഹിക ചരിത്ര പശ്ചാത്തലമാണ് ഈ പ്രദേശത്തിനുള്ളത്. ഒരു നൂറ്റാണ്ടിലേറെയായി ഈ പ്രദേശത്ത് വീട് കെട്ടി താമസിച്ചു വരുന്ന ജനത ഭൂമി തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട് സ്വകാര്യ വ്യക്തി നടത്തുന്ന 6 ദശാബ്ദത്തോളം എത്തിയ നിയമ പോരാട്ടം ഒടുവിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കുടിയൊഴിപ്പിക്കൽ നടപടികൾ എത്തുകയാണ്. ഈ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്ന ജനകീയ പ്രതിരോധം. UDF സർക്കാർ അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിലാണ് ഒഴിപ്പിക്കൽ ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. ഒടുവിലിതാ വിധി നടപ്പാക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കോടതി ഉത്തരവ് നടപ്പാക്കേണ്ടി വന്നാൽ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ലെന്ന് സർക്കാർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ആ കുടിയൊഴിപ്പിക്കൽ തന്നെയാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റിലെ വിഷയവും. പാര്യത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ ഇനി എന്ത്? അരനൂറ്റാണ്ടു നീണ്ട ഭൂമി തർക്കമാണ് പാര്യത്തുകാവിലേത്. കുന്നത്തുനാട് താലൂക്കിലെ വാഴക്കുളം മലയിടം തുരുത്തിലുള്ള 19 ഏക്കർ സർക്കാർ പുറമ്പോക്കിൽ 2.5 ഏക്കർ സ്വകാര്യ സ്ഥലമാണെന്നാണ് അവകാശവാദം. നിലവിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന 8 ദളിത് കുടുംബങ്ങൾ തലമുറകളായി ഈ ഭൂമിയിൽ താമസിച്ചു വരുന്നവരാണ്. തങ്ങൾ താമസിക്കുന്നത് സർക്കാർ പുറമ്പോക്ക് ഭൂമിയിലാണെന്നും അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടെന്നുമാണ് ഉന്നതി നിവാസികളായ കുടുംബങ്ങൾ വാദിക്കുന്നത്. ഇവർക്ക് പട്ടയം നൽകാൻ മുൻകാലങ്ങളിൽ സർക്കാർ തലത്തിൽ ആലോചനകൾ നടന്നിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് തന്നെ അത് പൂർണ്ണമായും നടപ്പാക്കിയിരുന്നില്ല. ശങ്കരൻ നായർ എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ കുടുംബവും ഈ ഭൂമി തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട് സിവിൽ കോടതിയെ സമീപിച്ചതോടെയാണ് തർക്കം ആരംഭിക്കുന്നത്. പരേതനായ ശങ്കരൻ നായർ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എന്നിവർ ഒരു വശത്തും അവിടെ താമസക്കാരായ പരേതനായ കാളുകുറുമ്പൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ മറ്റു വശത്തുമായി 46ഓളം പേർ ഈ കേസിൽ കക്ഷികളാണ്. 6 പതിറ്റാണ്ടായി ഈ നിയമ പോരാട്ടം വിവിധ കോടതികളിലായി നടക്കുന്നുണ്ട്. 4 വർഷം മുൻപ് 2022 സുപ്രീം കോടതി സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി അന്തിമ വിധി പുറപ്പെടുവിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ കുടിയൊഴിപ്പിക്കൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിനായി കയ്യേറ്റക്കാർ എന്ന് വിധിക്കപ്പെട്ട ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിച്ച് സ്ഥലം അളന്നു തിട്ടപ്പെടുത്താൻ പെരുമ്പാവൂർ മുൻസിഫ് കോടതി കർശന ഉത്തരവിട്ടു. മെയ് 20 നടന്ന സംഘർഷഭരിതമായ ഒഴിപ്പിക്കൽ ശ്രമത്തിനു ശേഷം നടപടികൾ പൂർത്തിയാക്കി മെയ് 26 റിപ്പോർട്ട് സമർപ്പിക്കാൻ മുൻസിഫ് കോടതി പോലീസിനും അഡ്വക്കേറ്റ് കമ്മീഷനും കർശന നിർദ്ദേശം നൽകി. മുൻസിഫ് കോടതി ഉത്തരവിനെതിരെ ദളിത് കുടുംബങ്ങളുടെ സംരക്ഷണാർത്ഥവും സർക്കാർ നിലപാട് വ്യക്തമാക്കിയതിനെ തുടർന്ന് കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടു. കോടതി വിധി നടപ്പാക്കുകയല്ലാതെ സർക്കാരിന് മുന്നിൽ മറ്റു മാർഗമില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി എന്നാൽ കുടുംബങ്ങളുടെ വിഷയം സമാധാനപരമായി തന്നെ പരിഹരിക്കുന്നതിനായി സർക്കാരിന് 2 ആഴ്ചത്തെ സാവകാശം കൂടി അനുവദിച്ചിട്ടുണ്ട്. കുടിയൊഴിപ്പിക്കലിൽ സാങ്കേതികത പറയുകയല്ല വേണ്ടതെന്നും കോടതി വിധിയെ സർക്കാർ അനുസരിക്കുകയാണ് വേണ്ടതെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു. നേരത്തെ 14 തവണ അഭിഭാഷക കമ്മീഷൻ നടപടികൾക്കെത്തിയപ്പോഴൊക്കെയും ഉന്നതി നിവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പിൻവാങ്ങേണ്ടി വന്നിരുന്നു. മെയ് 20 അഡ്വക്കേറ്റ് കമ്മീഷനും പോലീസും ഒഴിപ്പിക്കൽ നടപടികൾക്കായി എത്തിയപ്പോൾ നാട്ടുകാരും സമരസമിതിയും തടഞ്ഞത് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. പോലീസ് ലാത്തിചാർജിലും വാട്ടർ ക്യാനൺ പ്രയോഗത്തിലും 12 പേർക്കാണ് അന്ന് പരിക്കേറ്റത്. ഇതിൽ ഒരാൾ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുക പോലും ചെയ്തു. ഈ സംഘർഷം രൂക്ഷമായതോടുകൂടി പോലീസ് നടപടി ഉടനടി അവസാനിപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകി. ഇതിനു പിന്നാലെ പോലീസ് പിന്മാറി. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് 50ഓളം പേർക്കെതിരെ കേസും എടുത്തു. നിലവിലെ സാഹചര്യത്തിൽ കോടതി നടപടികളിൽ സംസ്ഥാന സർക്കാർ കക്ഷി ചേരാനും സുപ്രീം കോടതിയിൽ നിന്നും കൂടുതൽ സാവകാശം തേടാനും തീരുമാനിച്ചിട്ടുണ്ട്. പാവപ്പെട്ട കുടുംബങ്ങളെ പെരുവഴിയിലാക്കാതെ പുനരധിവാസവും നിയമപരമായ പരിഹാരവും കണ്ടെത്താനുള്ള സമവായ ചർച്ചകൾ ജില്ലാ കളക്ടറുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സജീവമായി തന്നെ നടക്കുകയും ചെയ്യുകയാണ്. സുപ്രീം കോടതി നിർദ്ദേശം നടപ്പാക്കിയാലും 8 കുടുംബങ്ങൾ പെരുവഴിയിലാകില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേസമയം ദളിത് കുടുംബങ്ങളെ പെരുവഴിയിലാക്കിക്കൊണ്ടുള്ള കുടിയൊഴിപ്പിക്കൽ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ പ്രദേശത്ത് സമരപ്പന്തൽ ഉയർത്തി ശക്തമായി പ്രതിഷേധിക്കുകയാണ്. CPIM, DYFI, പട്ടികജാതി ക്ഷേമ സമിതി തുടങ്ങിയവരാണ് സജീവമായി തന്നെ രംഗത്തുള്ളത്. വിഷയം UDF മന്ത്രിസഭയ്ക്കെതിരെയുള്ള ആയുധമാക്കാൻ ഇടതു പാർട്ടികൾ ആവതും ശ്രമിക്കുന്നുണ്ട്. 10 വർഷത്തെ ഇടതുഭരണത്തിൽ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ നടപടികൾ എടുക്കാതെ ഇപ്പോൾ രംഗത്ത് വരുന്നത് ഇരട്ടത്താപ്പാണെന്ന് UDF ആരോപിക്കുന്നു.
പാരുത്തുകാവ് ഭൂമി തർക്കവും അതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളും നിയമവ്യവസ്ഥയും മാനുഷിക മൂല്യങ്ങളും തമ്മിലുള്ള സങ്കീർണമായ ഏറ്റുമുട്ടലിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള പരമോന്നത നീതിപീഠങ്ങളുടെ വിധികൾ നടപ്പാക്കാൻ ഭരണകൂടവും പോലീസും ബാധ്യസ്ഥരാണെന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. പക്ഷേ തലമുറകളായി ജീവിച്ചു പോന്ന മണ്ണിൽ നിന്ന് ഒരു ദളിത് സമൂഹത്തെ പെരുവഴിയിലേക്ക് ഇറക്കിവിടുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹികവും മാനുഷികവുമായ പ്രത്യാഘാതങ്ങളെ വിസ്തരിക്കാനാകില്ല. നിലവിൽ കേരള ഹൈക്കോടതി അനുവദിച്ച 2 ആഴ്ചത്തെ സാവകാശം ഈ പ്രശ്നത്തിൽ സമാധാനപരമായ ഒരു വഴിത്തിരിവിന് കാരണമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കോടതി വിധികൾ മാനിച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള കുടുംബങ്ങൾക്ക് അർഹമായ പുനരധിവാസം ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം. നിയമത്തിന്റെ കർക്കശമായ നടപ്പാക്കലുകൾക്കൊപ്പം പാവപ്പെട്ടവന്റെ ജീവിക്കാനുള്ള അവകാശത്തെ കൂടി സംരക്ഷിക്കുന്ന ഒരു മധ്യവർത്തി നിലപാടിലൂടെ മാത്രമേ ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. സ്പോട്ട്ലൈറ്റിൽ ഇനി മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.